ഹലോ ഗായ്സ്, വെൽക്കം ടു ഹീസി ഗെയിമിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന റോബ്ലോക്സിലെ ബ്ലോക്സ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പം ബ്ലോക്സ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വൺ പീസിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഒരു ഫ്രീ വേൾഡിൽ കളിക്കുന്ന കൂട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്, മറൈൻസും പൈറേറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈറേറ്റ്സാണ് എടുക്കുന്നത്. പൈറേറ്റ്സ് സംഭവം ഇങ്ങനെ പരസ്പരമായിട്ട് അടിയുണ്ടാക്കി അവരുടെ സി പിടിച്ചെടുക്കാൻ പറ്റും, കോൺഗ്രസ് സി. അപ്പോൾ നമ്മൾ ലോബി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്. നോക്കാം, പുള്ളിക്കാരനായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നോക്കാം. ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇൻട്രാക്ട് ആവുന്നില്ലല്ലോ. ഇൻട്രാക്ട് ആയപ്പം ക്വസ്റ്റ് 5 ബാൻഡിറ്റും ഡിഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $350 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗെയിമിലെ. അപ്പം നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അവിടെ വേറെ എന്തോ ഒരു കൺട്രോൾസും കൂടെ എഴുതിയിട്ടുണ്ട്, കൺട്രോളും ക്യൂവും. അപ്പോൾ കൺട്രോളൊക്കെ കഴിഞ്ഞാൽ സ്പീഡിലും പതുക്കാൻ പോകും. ക്യൂ എന്ന് പറഞ്ഞാൽ സ്പ്രിൻ്റ് അടിക്കും, മീൻസ് ഒരു 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് വേഗം ഷിഫ്റ്റ് അങ്ങനെ അടിക്കും. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിൻ്റ് ചെയ്യാനും ലോ ചെയ്യാനും. ഡാഷ് അടിക്കും. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് അടിക്കും. അപ്പം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കൂട്ടാൻ ഡാഷ് അടിക്കും ക്യൂ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ കൺട്രോൾ നോക്കി കഴിഞ്ഞാൽ സ്പീഡിലും പതുക്കെ നടക്കാം. അപ്പോൾ നമുക്ക് ഒരാളെ പാൻറ്റീനെ ഒന്ന് ചുമ്മാ ഫൈറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അടിക്കാൻ പറ്റുന്നില്ല. അടിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ മറ്റേ ഇതെടുക്കും, കോമ്പാക്റ്റിനൊക്കെ മറന്നു. അപ്പോൾ അടിച്ച് അപ്പോൾ ഒരാൾ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. ഒരാൾ തീർത്തപ്പോൾ നമുക്ക് എക്സ്പിയും കിട്ടിയിട്ടുണ്ട്, പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് അത്യാവശ്യം നല്ല സൗണ്ട്. അപ്പം നമുക്ക് വെക്കാം. അടുത്ത ബാൻഡേജിലായിട്ട് അടി ഉണ്ടാക്കാൻ പോവാം. സ്കോ അടിച്ച് അവനെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് $43 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലെവലപ്പായി. അപ്പം രണ്ടാമത്തെ ലെവലായിട്ടുണ്ട്. അപ്പം അവനെ അടിച്ച് തീർക്കണം. അവൻ കുറച്ച് ഇതാണ്, ഇവിടെ ചാടി. അപ്പോൾ അവനെ അടിച്ച്, ഇതിപ്പോൾ വേറെ ആളാണ്, അയാളെ അടിച്ച് അവനെ തീർത്തിട്ടുണ്ട്. നമ്മൾ പ്ലസ് മീലി എന്ന് പറഞ്ഞ ഒരു ഇതിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെപ്പൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. അടുത്ത ആളെ അവന് ഇത് നല്ല ടൈം എടുക്കുന്നുണ്ട്. ബേ ഹാൻഡ് വെച്ച് അടിച്ച് തീർക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടൈം ആവുന്നുണ്ട്. അപ്പോൾ അടുത്ത ഈ പോവാം. ഞാൻ ബ്ലോക്സ് ഫ്രൂട്ട് ആദ്യമായിട്ടാണ് PC-യിൽ കളിക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ വൺ പീസ് കണ്ടിട്ടുണ്ട്, വൺ പീസ് ബ്ലോക്സ് ഫ്രൂട്ട് വൺ പീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതാണ്. അപ്പം ആരൊക്കെ വൺ പീസ് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൺ പീസിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആരാന്നും കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇത് വൺ പീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വൺ പീസിൻ്റെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകണം. അത് ചുമ്മാ ഇതേപോലെ ഗെയിമിൻ്റെ രീതി കളിച്ചു പോകണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കിയാൽ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ $737 ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. $737 ആകുമ്പം ഒരു വെപ്പണും എല്ലാം അവിടെ സ്പോൺ സെറ്റ് ചെയ്യാൻ അത് വേണ്ട. സോഡ് ഷോപ്പ് സോഡിൻ്റെ ഡീലറിൻ്റെ എത്തിയിട്ടുണ്ട്. ഇൻട്രാക്ട് ചെയ്യാം. എത്ര രൂപയാണെന്ന് നോക്കാമല്ലോ. ഷൂസ് 1000 രൂപയാണ് ഗൈസ്. വേണ്ട 1000 രൂപയ്ക്ക് പൈസ ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമുക്ക് മറ്റേ ക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓടിപ്പോവാം. ക്വസ്റ്റ് ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 300 ഏൺ ചെയ്യാൻ പറ്റും. 250 അല്ലേ പറഞ്ഞത്, അപ്പോൾ 350 ഇപ്പോൾ 350 തോന്നുന്നു. അപ്പോൾ 300 കൂടും. അപ്പം അടിച്ചിട്ടേനാ അത്യാവശ്യം കൂട്ടു. വേറെന്തൊരു സാധനം കൂടെ ഉണ്ട്, അത് ക്വിക്ക് ടാക്കിൾ. അതൊന്ന് ട്രൈ നോക്കണം. ക്വിക്ക് ടാക്കിൾ ട്രൈ ചെയ്യണം.
മറ്റേ നല്ല അടിച്ചു നോക്കാം. ഓ ക്വിക്ക് ടാക്കിൾ അത്യാവശ്യം പവറുണ്ട്. പിന്നെ ഓപ്പണിൻ്റെ ഹെൽത്ത് അത്യാവശ്യം പോകുന്നുണ്ട്. പക്ഷേ നല്ലൊരു മൂവാണത്. അടിച്ച് ക്വിക്ക് ടാക്കിൾ ചെയ്യുമ്പോൾ എനർജി പോകുന്നുണ്ട് തോന്നുന്നു. എനർജി അത്യാവശ്യം നല്ലോണം കുറയുന്നുണ്ട്. പിന്നെ ടൈമും ഉണ്ടായി. ആരോ റിക്വസ്റ്റ് അയച്ചാണോ? അത് എൻ്റെ തട്ടിപ്പോയതാണോ? എൻ്റെ തട്ടിപ്പോയതാണ്. അത് ക്യാൻസൽ ചെയ്യണ്ടേ? ക്യാൻസൽ അല്ല, സാറില്ല. സാഹു 987 സാറില്ല, അങ്ങോട്ട് അയച്ച് പോയതാണ്. കൊല്ലാം അടുത്താളെ ഇടിച്ചിടിച്ച്. പുള്ളിക്കാരി അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടിക്കുന്നുണ്ടോ? അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആളിലേക്ക് പോവാം. താഴെ പോയി ചാടാൻ പറ്റുന്നില്ല. കുടുങ്ങിയോ? ഇതിപ്പോൾ എന്നുവെച്ചാൽ തീർന്ന് ചാടാനും പറ്റുന്നില്ല. ഒന്നും കൂടെ. ഒരുത്തും താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ അയ്യോ താഴോട്ട്. ഓഫ്, അവനൊന്നും കൂടെ തീർത്തിട്ട് മുകളിലോട്ട് പോവാം. ക്വിക്ക് ടാക്കിൽ ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് മൂവ് ചെയ്യാം. ആരൊക്കെയോ എവിടെ നിന്നൊക്കെ കയറിയിരുന്നു. അവനെ അടിച്ച് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെവലപ്പ് ആയിട്ടുണ്ട്. ലെവലപ്പ് 8 ലെവലായി. ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സോഡ് വാങ്ങാൻ പോകും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ $1296 ഉണ്ട്. അപ്പോൾ പോകുന്ന ഒരാളെയും കൂടെ കിട്ടി. അവനെയും കൂടെ അടിച്ച് നിർത്തേക്കാം. ഇങ്ങോട്ടും നല്ല അടി കിട്ടുന്നുണ്ട് തോന്നുന്നു. അത്യാവശ്യം അടിയുണ്ട്. ചാടി അപ്പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോഡ് വാങ്ങാം. ഒരു സോഡ് എടുക്കണം. മച്ചി വേഗം എടുക്ക്. ചേട്ടനോട് സോഡ് വേഗം എടുക്കാറുണ്ട്. കത്താന പർച്ചേസ് $1000 പോകും. ബാലൻസ് $336 ആയിട്ടുണ്ട്. ഐറ്റം പർച്ചേസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 പേരെ കൊന്നിട്ട് വരാം. നമുക്ക് ട്രൈ ചെയ്ത് കണ്ടു. അത് നൈസായിട്ടുണ്ട്. പുള്ളിക്കാരൻ ഓടുന്നുണ്ടോ? അയ്യോ, വെള്ളത്തിൽ വീണ് ചത്തോ? ഇല്ല. മറ്റേ ഡബിൾ ഫ്രൂട്ട് കഴിച്ചില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഡബിൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല. മുങ്ങിപ്പോകുന്ന ആർക്കറിയാം. നമുക്ക് ഡബിൾ ഫ്രൂട്ട് കഴിച്ച് നോക്കണം. നമുക്കപ്പം ആരെയൊക്കെ ഒന്ന് കൊന്നു നോക്കാം. ആരെയും ഇപ്പം കൊല്ലാൻ ഇങ്ങനെ കൊന്നാലോ? കൊന്നേക്കാം. അത് കൊള്ളാം കേട്ടോ. നമുക്ക് ഒരു 9-3 ഡാമേജ് വെച്ചേ പോകുന്നുള്ളൂ. പക്ഷേ അവന് നല്ലോണം പോകുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ വേറൊരു സാധനമാണ് ക്വയറ്റ് റഷ് എന്ന് പറഞ്ഞിട്ട്. അത് അത്യാവശ്യം അടിപൊളിയാണ്. എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ക്വയറ്റ് റസ്റ്റ് അങ്ങനെ വെച്ച് കാണിച്ചില്ല. അവനത് തീർക്കട്ടെ. താഴെ പോയി. ക്വയറ്റ് റസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ക്വയറ്റ് റസ്റ്റ് അല്ല കേട്ടോ. അവനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആൾക്ക് പോകാം. ക്വയറ്റ് റസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ക്വയറ്റ് റസ്റ്റ് എങ്ങനെ വന്നിട്ട് ഇത്രയും ദൂരം മതിയായിരിക്കും തോന്നുന്നു. നമുക്ക് ക്വയറ്റ് റസ്റ്റ് അവനൊന്ന് സെലക്ട് വല്ലതും ചെയ്യണമായിരിക്കുമോ? വേണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് കണ്ടോ ഗൈസ്, അവന് ഡാമേജ് അത്യാവശ്യം പോയിട്ടുണ്ട്. വലിയ ഡാമേജ് ഇല്ല, എന്നാലും ഒരു കൂമ്പിന് കാണാൻ ആനിമേഷൻ അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അപ്പോൾ അവനെ കൊന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അവനെ അങ്ങനെ തീർത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇപ്പോഴത്തോട്ട് പോവാം. നമുക്കൊരു ബോട്ട് വാങ്ങി പോവാം. അത്യാവശ്യം എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെയൊക്കെ കാണുന്നതാണ്. പർച്ചേസ് ചെയ്യണോ? വേണ്ട, പൈസ ഇല്ല. അതിനും 1000 എങ്ങാണ്ട് വേണം തോന്നുന്നു. അപ്പം നമുക്കൊരു ബോട്ട് വാങ്ങാൻ പോവാം. ബോട്ടിൻ്റെ ഡീലറാണ് തോന്നുന്നത്. എന്താ പുള്ളിക്കാരനെ വെച്ചിട്ട് ചാവുന്നില്ല. ഒരു ഡിങ്കി എടുത്തിട്ടുണ്ട്. ഒറ്റച്ചാട്ടത്തിന് അവിടെ വരെ എത്താം. അപ്പോൾ ഒറ്റച്ചാട്ടത്തിന് അവിടെ എത്താൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഒരു സത്യം മനസ്സിലാക്കി.
1 2 3 കറങ്ങിച്ചട്ടം കറങ്ങി ബ്ലാക്ക് ഫ്രണ്ട് ഫ്ലിപ്പും ബാക്ക് അവസാനം കയറി. ഇങ്ങനെ ഓടിക്കാൻ പറ്റുമല്ലേ? ഇതെന്ത് ഷിപ്പിൻ്റെ ബാക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ലേ? ഓക്കെ. അപ്പം നമ്മളൊരു ഐലൻഡിലേക്ക് പോവാണ്. ഐലൻഡ് ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. ഒരു രസമല്ലേ? അവിടെ അവിടെ ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സംഭവങ്ങൾ വേറെ ഉണ്ട്. മറ്റേ ഐലൻഡിലായിട്ടും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ. ഇവിടെ എന്ത് ബിൽഡിങ്ങൊക്കെയാണ്. സൂം ഔട്ടാക്കി നോക്കി നോക്കാം. അവിടെ എന്തൊക്കെ ബിൽഡിങ്ങൊക്കെയാണ്. ശരിയാണ് ഗൈസ്. അപ്പം അങ്ങോട്ട് തൽക്കാലം ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. പിന്നെ ഇപ്പോൾ ഫൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പ്രിപ്പയർഡ് അല്ല. ഒരു ബ്ലോക്ക് ഫ്രൂട്ട് എന്തെങ്കിലും ഡബിൾ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പം അതുകൊണ്ട് ഒരുത്തൻ അവിടെ പറന്നു പോകുന്നു. ശരിയെന്നാൽ ഗൈസ്, ബായ്.